ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ ബഹുമാനം നിറഞ്ഞ അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രൗഢഗംഭീരമായും മനോഹരമായും ഈ സമ്മേളനത്തെ അണിയിച്ചൊരുക്കിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജനറേഷനുകളെയും അഭിമുഖീകരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനവും സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമായി സോളിഡാരിറ്റിയുടെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ കൂടിയിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് ഉത്ബോധിപ്പിക്കേണ്ടതില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ലോകത്ത് തന്നെ യുവാക്കളുടെ എണ്ണത്തിലും ശതമാനത്തിലുമൊക്കെ ഏറെ മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ആ യുവതയുടെ ക്രിയേറ്റിവിറ്റിയെ, ആ യുവതയുടെ ഊർജത്തെ അത് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകൾ നമ്മളുടെ രാജ്യത്ത് രൂപപ്പെട്ടു എന്നത് ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ്. വംശീയതയാണ് ഇവിടെ ഭരണകൂടത്തിൻ്റെ അജണ്ടയായി, അടിത്തറയായി വർത്തിക്കുന്നത് എന്നത്. ഏതൊരു ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വംശീയതയായി മാറുമ്പോൾ അതിൻ്റെ എല്ലാ കെടുതികളും ആ ജനത മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്നത് ചരിത്രം സാക്ഷിയാണ്. നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഹിന്ദുത്വ വംശീയത എന്ന് പറയുന്നത് അത് ലോകത്ത് നാശം വിതച്ച നാസി വംശീയതയും യൂറോപ്പിൻ്റെ വെള്ളവംശീയതയും സയണിസ്റ്റ് വംശീയതയുമൊക്കെ തീർത്ത മഹാദുരന്തത്തേക്കാൾ ആഴമേറിയ ദുരന്തങ്ങൾ തീർക്കാൻ കെൽപ്പുള്ള, അത്രയും ആശയ അടിത്തറയുള്ള ഒരു കാര്യമാണ് ഹിന്ദുത്വ വംശീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് കേവലമായ ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ട്, ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാൻ പോകുന്ന ഒരു പ്രശ്നമല്ല ഇന്ത്യ രാജ്യം അനുഭവിക്കുന്നത്, അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ചില ബോധങ്ങളിലാണ് ഇവിടുത്തെ വംശീയത കൂടുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില ബോധങ്ങൾ നിർമ്മിച്ചെടുത്തുകൊണ്ടാണ്. അത് മുസ്ലിം വിരുദ്ധതയുണ്ട്, ക്രൈസ്തവ വിരുദ്ധതയുണ്ട്, അതുപോലെ തന്നെ ജാതീയത അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ഇത്തരം ബോധങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്ന രൂപത്തിൽ ശക്തമായ ആശയ അടിസ്ഥാനത്തിലുള്ള ചേരികൾ തന്നെ ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. ഫാഷിസത്തെ നേരിടാൻ, സംഘപരിവാറിൻ്റെ ഇത്തരം പ്രത്യയശാസ്ത്രത്തെ നേരിടാൻ ഞങ്ങളുണ്ട്, നിങ്ങൾ വേണ്ടതില്ല എന്ന രീതിയിൽ ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ഇത് പരസ്പര പൂരകമായി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ റോൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. കാരണം ഇവിടുത്തെ ഹിന്ദുത്വ വംശീയതക്കെതിരായി ഇവിടുത്തെ എല്ലാവിധത്തിലുള്ള, അതിനെ എതിരെ നിൽക്കുന്ന എല്ലാവിധത്തിലുള്ള ആളുകളെയും ചേർത്ത് നിർത്തുന്ന ശക്തമായ ചേരി രൂപപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അവര് അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അത് ഏറ്റവും വിജയപ്രാപ്തിയിലെത്താവുന്ന രൂപത്തിൽ കാര്യങ്ങൾ വികസിക്കുകയും ചെയ്യുന്നതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഒരു വശത്ത് ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ മതസംഘടനകൾക്കും അതുപോലെ തന്നെ മതസമൂഹങ്ങൾക്കും അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സമ്മേളനത്തിൻ്റെ തന്നെ പ്രമേയം എടുത്തു നോക്കുക. മാനവികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ രാജ്യത്ത് നിന്ന് ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും മികച്ചൊരാശയം കൂടിയാണത്. കാരണം സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന ആശയം അതൊരു സവർണ ആശയം കൂടിയാണ്. സംഘപരിവാറിന് ഇവിടെ അധികാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ, അവർ ഈ അധികാരത്തിൽ തുടരുക എന്ന് പറഞ്ഞാൽ, അവർക്ക് ആധിപത്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൈനോറിറ്റികൾ മാത്രമല്ല അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരിക, മറിച്ച് ഇവിടുത്തെ അധസ്ഥിത വിഭാഗങ്ങൾ എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ മുദ്രദിക്കപ്പെട്ട പിന്നാക്കക്കാർ എന്ന് പറയപ്പെടുന്ന ആളുകളും അവരുടെ ഏറ്റവും കെട്ട കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വലിയ അനീതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനീതിയെ അടിസ്ഥാനപരമായി അഡ്രസ്സ് ചെയ്യുന്ന ആദർശമാണ് നമ്മളുടെ കയ്യിലുള്ളത്. ആ ആദർശം മനുഷ്യ സമത്വമാണ്. മനുഷ്യ സമത്വത്തെക്കുറിച്ചുള്ള ആശയങ്ങളെ ഉജ്ജ്വലമായി ഈ രാജ്യത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസധാരയിൽ മുന്നോട്ട് പോകുന്ന സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലം തേടുന്ന ഒരു ആവശ്യമാണ്. അവർ അത്തരം കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായി ഇവിടെ നിർവഹിക്കേണ്ടതുണ്ട്. ഒരു ജനതയുടെ ചരിത്രത്തെ വളച്ചൊടിക്കാനും പൈശാചികവൽക്കരിക്കാനുമുള്ള
കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൊണ്ടുപിടിച്ച ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം വളരെ അഭിമാനകരമായ ഒരു ചരിത്രമാണ് നമുക്ക് ഈ രാജ്യത്തിന് മുന്നിൽ വെക്കാനുള്ളത്. ആ അഭിമാനകരമായ ചരിത്രം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രം അഭിമാനകരമായ ഒരു ചരിത്രമല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, ഈ രാജ്യത്തിലെ മുഴുവൻ ജനതകൾക്കും അഭിമാനകരമായ ചരിത്രം സമ്മാനിച്ച ഒരു ജനതയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വളരെ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ വളച്ചൊടിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ അതിനെ മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കണ്ണിൽ കണ്ടതിനെയെല്ലാം ദൈവമായി വിചാരിച്ചിരുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ തൗഹീദിൻ്റെ വെളിച്ചത്തെ പ്രകാശിപ്പിച്ച ഒരു സംസ്കാരം പ്രതിനിധാനം ചെയ്യുന്നവരാണ് നമ്മൾ. ഇവിടെ മനുഷ്യർക്കിടയിൽ ജാതീയതയുടെ അധിഷ്ഠാനത്തിൽ വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള മലിനമായ അധീശത്വ വ്യവസ്ഥക്കെതിരെ മനുഷ്യ സാഹോദര്യത്തിൻ്റെയും മനുഷ്യ സമത്വത്തിൻ്റെയും പ്രായോഗികമായ രൂപങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിതാണ് നമ്മൾ. അറിവെന്ന് പറയുന്നത് അത് സവർണരുടെ കുത്തകയാണ് എന്നും ആ സവർണരല്ലാത്തവർ അറിവ് കേട്ടാൽ അവരുടെ ചെവി അടിച്ചു തകർക്കണമെന്നും തിട്ടൂരമുണ്ടായിരുന്ന ഒരു സമൂഹത്തിലെ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം സാധിപ്പിച്ചെടുത്ത ഒരു ജനതയാണ്. പെണ്ണെന്നത് ആണിൻ്റെ അടിമയാണ് എന്നും പുരുഷൻ മരണപ്പെട്ടാൽ സ്ത്രീ ജീവനൊടുക്കണം എന്നും സിസ്റ്റം നിലവിലുണ്ടായിരുന്ന ഒരു രാജ്യത്തെ സതിയെന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ അത്തരം സിസ്റ്റത്തെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് സ്ത്രീയുടെ മഹത്വത്തെയും പദവിയെയും ഒക്കെ ഉയർത്തിക്കൊടുത്ത ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ്. പറയപ്പെടാവുന്ന ഒരു നാഗരികത സംഭാവനകളും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തെ താജ്മഹലിൻ്റെ മനോഹാരിതയും കുതുബ് മിനാറിൻ്റെ ഉന്നതിയും ജുമാ മസ്ജിദിൻ്റെ പ്രൗഢിയുമൊക്കെ കാണിച്ചു കൊടുത്ത ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മളെ. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിലെ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സാമ്പത്തികമായ ഉന്നതിയിലെത്തിച്ച ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മളെ. ആ ചരിത്രത്തെ എത്ര മായിച്ചാലും മായ്ക്കാൻ അനുവദിക്കാതെ മായ്ക്കുന്തോറും തെളിഞ്ഞു വരുന്ന ഓർമ്മകളായി അതിനെ ഈ രാജ്യത്ത് ജീവിപ്പിച്ചു നിർത്തി ഈ ജനതയുടെ മുന്നോട്ട് പോക്കിന് ഊർജം നൽകുവാൻ സാധിക്കുന്ന തലമുറയായിട്ട് ഇന്നത്തെ യുവസമൂഹം മാറട്ടെ എന്ന് അതിന് ഈ സമ്മേളനം എല്ലാവിധത്തിലും കരുത്ത് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.